എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററിയിലെ ബാക്കി ചോദ്യങ്ങളാണ്. അപ്പം ഇന്ന് കുറച്ച് ലേറ്റ് ആയി, കാരണം റെക്കോർഡിങ്ങിന്റെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കാരണം ഞാൻ രാവിലെ വീഡിയോ ഒരു 1 ഹവറിലോളം റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് സേവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇന്നിപ്പോ ഇത്രയും ലേറ്റ് ആയത്. അപ്പം ഇതും എങ്ങനെ വരും എന്നറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ഏതാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കെ കേളപ്പൻ. ആരാണ്? കെ കേളപ്പൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പൊ കെ കേളപ്പന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ, NSSന്റെ സ്ഥാപകൻ ആരാണ്? NSSന്റെ സ്ഥാപകൻ എന്ന് പറയുന്നതും ആരാണ്? കെ കേളപ്പൻ തന്നെയാണ് കേട്ടോ. ആരാണ്? NSSന്റെ സ്ഥാപകൻ ആരാണ്? കെ കേളപ്പൻ തന്നെയാണ്. ഇനി 1930 കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലേക്ക് എന്ത് നടത്തി? ഉപ്പു സത്യാഗ്രഹ ജാഥ നടത്തി. എവിടെ നിന്നാണ്? 1930 കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പു സത്യാഗ്രഹ ജാഥ നടത്തി. അതിന് നേതൃത്വം നൽകിയതും ആരാണ്? കെ കേളപ്പൻ തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹമാണ് പത്മശ്രീ നിരസിച്ച മലയാളി ആരാണ്? പത്മശ്രീ നിരസിച്ച മലയാളി ആരാണ്? കെ കേളപ്പനാണ് കേട്ടോ. ആരാണ് പത്മശ്രീ നിരസിച്ചു? ഓക്കെ, ആര്? കെ കേളപ്പനാണ് പത്മശ്രീ നിരസിച്ച മലയാളിയാണ് കെ കേളപ്പൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഗുരുവായൂർ സത്യാഗ്രഹം ഏത് വർഷത്തിലാണ് നടന്നത്? ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931 ആണ്. 1931 നവംബർ 1-നാണ് എന്ത്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. ഏതാണ്? 1931 നവംബർ 1-ന്. ഓക്കെ, അപ്പൊ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം വേണമെന്നതായിരുന്നു ഇവരുടെ സത്യാഗ്രഹികളുടെ ആവശ്യം. എന്താണ്? ജാതിഭേദമന്യേ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്ര പ്രവേശനം വേണമെന്നതായിരുന്നു എന്ത്? ഇവരുടെ സത്യാഗ്രഹികളുടെ ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്, പിന്നെയും പോയോ എന്നൊരു സംശയം ഇല്ല. ഓക്കെ, അപ്പൊ ഇനി ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് കേട്ടോ. ആരാണ്? കെ കേളപ്പൻ ആണ് എന്ത്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ ആണ്. ഇനി അബ്രാഹ്മണനായിട്ടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്? ഗുരുവായൂർ അമ്പലത്തിൽ കയറി ക്ഷേത്രമണി അടിച്ചിട്ടുണ്ട്. ആരാണത്? അത് പി കൃഷ്ണപിള്ള. ആരാണ്? പി കൃഷ്ണപിള്ള. ആരാണ്? പി കൃഷ്ണപിള്ളയാണെന്ത്? ബ്രാഹ്മണൻ അല്ലാത്ത ഒരു വ്യക്തി ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ട് ക്ഷേത്രമണി അടിച്ച ബ്രാഹ്മണൻ അല്ലാത്ത ഒരു വ്യക്തി ആരാണ്? പി കൃഷ്ണപിള്ളയാണ് കേട്ടോ. ആരാണ്? പി കൃഷ്ണപിള്ള. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്താണ്? മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? യങ് ഇന്ത്യ. ഏതാണ്? യങ് ഇന്ത്യ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? എന്താണ്? ഏത് വർഷത്തിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്? ഏതാണ്? 1804-ലാണ്. എപ്പോഴാണ്? 1804-ലാണ് എന്ത്? നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിന്റെ കിരീടധാരിയായത്. ഇനി നമുക്കപ്പം ഫ്രാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഫ്രഞ്ച് വിപ്ലവമാണ് കേട്ടോ. എന്താണ്? വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് പറയുന്ന ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം ആണ്. ഇനി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഏതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഏതാണ്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നതും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അത് ഏത് വർഷമായിരുന്നു? 1789-ലാണ്. ഏതാണ്? 1789-ലാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഇനി ജൂലൈ 14-നാണ് എന്ത്? ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആഘോഷിക്കുന്നത്. എന്താണ്? ജൂലൈ 14-നാണ് എന്ത്? ഫ്രഞ്ച് ദേശീയ ദിനം ആയിട്ട് ആഘോഷിക്കുന്നത്. എപ്പോഴാണ്? ജൂലൈ 14.
ഇനി ഒരു കാര്യം കൂടി, വാട്ടർലൂ യുദ്ധം. എന്തായാലും നമ്മൾ നെപ്പോളിയനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഇതും കൂടി പറയാം. വാട്ടർലൂ യുദ്ധം. എന്താണ് വാട്ടർലൂ യുദ്ധം? ഓക്കെ, അത് എന്ന് പറയുന്നത് നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധമാണ്. ഏത്? വാട്ടർലൂ യുദ്ധത്തിലാണ് നെപ്പോളിയൻ പരാജയപ്പെട്ടത്. ഈ സമയത്തുള്ള ബ്രിട്ടീഷ് സേനാ നായകൻ ആരായിരുന്നു? അത് ആർതർ വെല്ലസ്ലി ആണ്. ആരാണ്? ആർതർ വെല്ലസ്ലി ആണ് എന്ത് അപ്പോഴുണ്ടായിരുന്ന ബ്രിട്ടീഷ് സേനാ നായകൻ. ആരാണ്? ആർതർ വെല്ലസ്ലി. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സർവമത സമ്മേളനം നടന്ന വർഷം ഏതാണ്? അത് 1924 എപ്പോഴാണ്? 1924 സർവമത സമ്മേളനം നടന്ന വർഷം. ഇനി കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരു ആണ് കേട്ടോ. ആരാണ്? ശ്രീനാരായണ ഗുരു ആണെന്ത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാർ ആരൊക്കെയായിരുന്നു? ഒന്ന് രാമൻ പിള്ള ആശാൻ. ഒരാൾ ആരാണ്? രാമൻ പിള്ള ആശാൻ. ഒന്ന് രാമൻ പിള്ള ആശാൻ. പിന്നെ ആരാണ്? തൈക്കാട് അയ്യ. ആരാണ്? തൈക്കാട് അയ്യ. രാമൻ പിള്ള ആശാനും തൈക്കാട് അയ്യയുമാണെന്ത് ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാർ എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ ആദ്യ രചന ഏതായിരുന്നു? അത് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഏതാണ്? ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ഏതാണ്? ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ടാണ് ഏത് ആദ്യത്തെ അദ്ദേഹത്തിന്റെ രചന എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹം ഇത് സമർപ്പിച്ചിട്ടുള്ളത്, ഈ ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് എന്ന രചന സമർപ്പിച്ചത് ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്കാണ്. ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്കാണ്. ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്കാണ് എന്ത് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് എന്ന രചന സമർപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? എന്താണ് ചോദ്യം? സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭമായ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ സംഘടിപ്പിച്ചത് ആരാണ്? ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരം മന്നത്ത് പത്മനാഭനാണ്. ആരാണ്? മന്നത്ത് പത്മനാഭനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഇദ്ദേഹത്തെ തന്നെ അറിയപ്പെടുന്നതാണെന്ത്? കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ. എന്താണ്? കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരാണ്? മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. കൂടാതെ ഭാരത കേസരി. ഏതാണ്? ഭാരത കേസരി എന്നറിയപ്പെടുന്നതും ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇനി കൂടാതെ നമ്മൾ പറഞ്ഞല്ലോ NSSന്റേത്. NSSന്റെ ആദ്യ സെക്രട്ടറി ആണ് ആര്? മന്നത്ത് പത്മനാഭൻ. NSSന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു ആര്? NSSന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ. ഇനി അദ്ദേഹത്തിന്റെ കൃതി നോക്കാം. ഏതാണ് അദ്ദേഹത്തിന്റെ ഒരു കൃതി? പറയാലോ. ഏതാണ്? പഞ്ചകല്യാണി നിരൂപണം. ഏതാണ്? പഞ്ചകല്യാണി നിരൂപണം. ഏതാണ്? പഞ്ചകല്യാണി നിരൂപണം. ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? ആത്മകഥ ഏതാണ്? എന്റെ ജീവിത സ്മരണകൾ. ഏതാണ്? എന്റെ ജീവിത സ്മരണകൾ. ഏതാണ്? എന്റെ ജീവിത സ്മരണകളാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ. ഓർത്തു വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്താണ്? ദക്ഷിണേന്ത്യയിൽ പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ട ക്ഷേത്ര നിർമ്മാണ ശൈലി ഏത് പേരിൽ ആണ് അറിയപ്പെടുന്നത്? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? അത് ദ്രാവിഡ ശൈലിയാണ് കേട്ടോ. ഏതാണ്? ദ്രാവിഡ ശൈലിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ്? ഏതാണ്? രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേര് എന്താണ്? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? വിശ്വഭാരതിയാണ്. ഏതാണ്? വിശ്വഭാരതിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം.
1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ഏതാണ്? ശ്രീനാരായണ ഗുരു. ഇതൊന്നും നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. എന്താ, ഒരുപാട് ക്വസ്റ്റ്യൻ വന്നതാണ്. 1888 അരുവിക്കരയിൽ ശിവപ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു. ഓക്കെ, അടുത്ത ചോദ്യം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? അത് AK ഗോപാലൻ ആണ്. ആരാണ്? AK ഗോപാലൻ ആയിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാം. ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണ്? ആത്മകഥ ഏതാണ്? ആത്മകഥ ഏതാണ്? എന്റെ ജീവിത കഥ എന്നാണ് കേട്ടോ. ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരെന്താണ്? എന്റെ ജീവിത കഥ. ഏതാണ്? എന്റെ ജീവിത കഥ എന്നാണ് ആത്മകഥയുടെ പേര്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ്. ഏതാണ്? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? ഈ AK ഗോപാലൻ ആണ് കേട്ടോ. ഏതാണ്? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകനാണ് AK ഗോപാലൻ. കൂടാതെ മലബാർ ജാഥ ഏതാണ്? മലബാർ ജാഥ നയിച്ചത് ആരാണ്? മലബാർ ജാഥ നയിച്ചത് ആരാണ്? ഇദ്ദേഹം തന്നെയാണ്. AK ഗോപാലനാണ്. എവിടെ നിന്ന് എവിടം വരെയായിരുന്നു? കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രം വരെയായിരുന്നു കേട്ടോ. കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രം വരെയായിരുന്നു എന്ത്? മലബാർ ജാഥ ഉണ്ടായിരുന്നത്. അത് നയിച്ചത്, മുന്നിൽ നിന്നത്, നേതൃത്വം നൽകിയത് ആരാണ്? AK ഗോപാലൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ്? ആധുനിക കാലത്തെ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ്? ക്ഷേത്ര പ്രവേശന വിളംബരം. ഏതാണ്? ക്ഷേത്ര പ്രവേശന വിളംബരം. എന്നാണ് ഇത് നടന്നത്? 1936 നവംബർ 12-നാണ്. എപ്പോഴാണ്? 1936 നവംബർ 12-നാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നിട്ടുള്ളത്. ഇനി ക്ഷേത്ര പ്രവേശനം പുറപ്പെടുവിച്ചത് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേട്ടോ. ഏതാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണെന്ത്? ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. ഓക്കെ, ഇനി ഈ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ തന്നെയാണ് നമ്മൾ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഏതാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നതും ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ആര്? എന്താണ്? കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ്? ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ആരാണ്? ചട്ടമ്പി സ്വാമികൾ. ഇനി നമുക്ക് നോക്കാം. ഈ ചട്ടമ്പി സ്വാമികള് എപ്പോഴാണ് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്? ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ഏതാണ്? ഒന്ന് ആലോചിച്ച് വെക്കുക. 1882-ലാണ് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. 1882. ഇനി വിവേകാനന്ദനായിട്ടാണെങ്കിലോ? ചട്ടമ്പി സ്വാമികള് വിവേകാനന്ദൻ ആയിട്ട് കൂടിക്കാഴ്ച നടത്തിയത് 1892. ഓക്കെ, എപ്പോഴൊക്കെയാണ്? 1882 ശ്രീനാരായണ ഗുരു, 1892 വിവേകാനന്ദൻ. ഒരു 10 വർഷത്തെ ഗ്യാപ്പ്, അത്രയും ആലോചിച്ച് വെച്ചാൽ മതി. ഒന്നാമത്തെ ശ്രീനാരായണ ഗുരു, രണ്ടാമത്തെ വിവേകാനന്ദൻ. ഇനി അദ്ദേഹത്തിന്റെ കൃതി ഏതൊക്കെയാണ്? പ്രാചീന മലയാളം. ഏതാണ്? പ്രാചീന മലയാളം എന്ന് പറയുന്നത് ആദ്യമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് കേട്ടോ. പിന്നെ ആദിഭാഷ. ഏതാണ്? ആദിഭാഷ. കൂടാതെ അദ്വൈതവരം. ഏതാണ്? അദ്വൈതവരം. ഏതാണ്? അദ്വൈതവരം. ഇതൊക്കെ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് കേട്ടോ. പിന്നെ വേദാധികാര നിരൂപണം കൂടിയുണ്ട്. വേദാധികാര നിരൂപണം ആരുടെയാണ്? വേദാധികാര നിരൂപണം. ഇതും ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് ഈ പറഞ്ഞതൊക്കെ. ഇനി അടുത്ത ചോദ്യം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? അത് ആറ്റിങ്ങൽ കലാപമാണ്. ഏതാണ്? ആറ്റിങ്ങൽ കലാപം നടന്നത് ഏതു വർഷമാണ്? 1721. ഈ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ടു എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ ആരാണ്? അത് ഗിഫോർഡ് ആണ്. ആരാണ്? ഗിഫോർഡ് ആണെന്ന് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ടു എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ. ഓക്കെ, ഇനി കലാപാനന്തരം
ഒപ്പുവെച്ച ഉടമ്പടി ഏത് ഉടമ്പടിയിലാണ് ഈ ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ഒപ്പുവെച്ചത്? അത് വേണാട് ഉടമ്പടിയിലാണ്. ഏതാണ്? വേണാട് ഉടമ്പടിയിലാണ് ഒപ്പുവെച്ചത്. ഏതാണ്? വേണാട് ഉടമ്പടിയിലാണ് ഒപ്പുവെച്ചിട്ടുള്ളത്. ഏതാണ്? വേണാട് ഉടമ്പടി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏതാണ്? 1723 കേട്ടോ. ഏതാണ്? 1723. അടുത്ത ചോദ്യം, പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഏതാണ്? പൊയ്കയിൽ യോഹന്നാൻ ആലപ്പുഴ ജില്ലയിലെ കൈനക്കരിയിൽ ജനിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. അദ്ദേഹം ജനിച്ചത് ഇരവിപേരൂർ. എവിടെയാണ്? ഇരവിപേരൂർ പത്തനംതിട്ടയിലാണ്. എവിടെയാണ്? ഇരവിപേരൂർ പത്തനംതിട്ടയിലാണ് ആര് ജനിച്ചത്? പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത്. ഇനി കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ജ്ഞാനപീയൂഷം എന്ന പ്രാർത്ഥനാ പുസ്തകം മാന്നാനം പ്രസിൽ നിന്ന് അടിച്ചിറക്കി. അത് തെറ്റാണ്. അടുത്തത്, അയിത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ സർക്കാർ അനുമതിയോടെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം തുടങ്ങി എന്ന് പറയുന്നത് ശരിയാണ്. അപ്പം ഇതില് 1, 2, 4 ആണ് കേട്ടോ ശരി. ഓക്കെ, ശരി, 1 തെറ്റാണ്. അപ്പം 2ഉം 4ഉമാണ് ശരി. ഏതാണ്? 2ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. 1, മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം ആണോ? തെറ്റാണ്. മന്നത്ത് പത്മനാഭൻ അല്ല സമത്വ സമാജത്തിൻ്റെത്. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഏതാണ്? വൈകുണ്ഠ സ്വാമികൾ ആണ് എന്ത്? സമത്വ സമാജം. വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, ഇനി VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. അത് ശരിയാണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതാണ്? VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. കുമാരഗുരുദേവൻ ആത്മവിദ്യാസംഘം ആണോ? അല്ല. ആരാണത്? കുമാരഗുരുദേവൻ അല്ല, വാഗ്ഭടാനന്ദ ആണ് കേട്ടോ. ആരാണ്? വാഗ്ഭടാനന്ദയാണ് എന്ത്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ഇനി പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. അതും ശരിയാണ്. അപ്പം ശരിയായ ജോഡികൾ എന്ന് പറയുന്നത് 2ഉം 4ഉം മാത്രമാണ്. ഏതാണ്? 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? ഓക്കെ, ഏതാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. ഏതാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് ശ്രീനാരായണ ഗുരു രേഖപ്പെടുത്തിയത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രത്തിലാണ്. അടുത്ത ചോദ്യം, ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി കേരളത്തിൽ ആദ്യമായി ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം എവിടെയാണ്? അത് പയ്യന്നൂരാണ്. ഉപ്പുകുറുക്കൽ സമരം നടന്ന സ്ഥലം എവിടെയാണ്? പയ്യന്നൂര് ആണ്. എവിടെയാണ്? പയ്യന്നൂര്. ഇനി കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നും ഭാരത കേസരി എന്നും അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അത് മന്നത്ത് പത്മനാഭനാണ്. ആരാണ്? മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും K. കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. അത് ശരിയാണ്. ഓക്കെ, അടുത്തത്, ഗാന്ധിജിയുടെ അനുവാദത്തോടെ K. കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു എന്ന് പറയുന്നതും ശരിയാണ്. ഓർത്തു വെക്കണേ, ഡേറ്റ് എന്നാണ്? 1932 സെപ്റ്റംബർ 22. ഇനി അദ്ദേഹത്തിന്റെ തന്നെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 എന്ത്? ഉപവാസം അവസാനിപ്പിച്ചത്. ഓക്കെ, അതും ശരിയാണ്. ഇനി പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഒരു ജാഥ ഇല്ലായിരുന്നു. ഓക്കെ, കേളപ്പന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ജാഥ ഇല്ലായിരുന്നു. അപ്പൊ 1, 2, 3 ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഏതാണ്? 1, 2, 3 ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. 1, 1947 തൃശൂരിൽ വെച്ച് K. കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. ശരിയാണ്. 1949 ജൂലൈ 1 തിരു കൊച്ചി സംയോജനം
ഐക്യ കേരളത്തിന്റെ ആദ്യ പടിയായി കണക്കാക്കപ്പെട്ടു. ഓക്കെ, ഇനി സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി എന്ന് പറഞ്ഞ തെറ്റാണ്. ആരായിരുന്നു അധ്യക്ഷൻ? ഫസൽ അലിയാണ് കേട്ടോ. ആരാണ്? ഫസൽ അലി ആയിരുന്നു എന്ത് അധ്യക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു എന്ന് പറയുന്നതും ശരിയാണ്. അപ്പൊ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഞാനിത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. 10 മിനിറ്റ് വെച്ച് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കാരണം രാവിലെ ഞാൻ ഒറ്റ ഫ്ലോയിൽ എടുത്തിട്ട് അത്രയും 1 മണിക്കൂറാണ് പോയത്. എനിക്ക് ആ ഒരു വീഡിയോ നഷ്ടപ്പെട്ടത് കാരണമാണ് ഞാനിപ്പം 10 മിനിറ്റ് എങ്കിലും മിനിമം വെച്ചിട്ട് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഏതാണ്? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഏതാണ്? ബർദോളി ആണോ? ബർദോളിയില് ഗാന്ധിജീന്റെ അല്ല കേട്ടോ. ബർദോളി നേതൃത്വം വഹിച്ചത് ആരാണ്? അത് സർദാർ വല്ലഭഭായ് പട്ടേൽ ആണ്. ആരാണ്? സർദാർ വല്ലഭഭായ് പട്ടേൽ. ഓക്കെ, ഇവിടെ ബായ് ആണെന്ന് തോന്നുന്നില്ലേ. വല്ലഭഭായ് പട്ടേൽ ആണ് എന്ത് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചത്. ബാക്കി ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ്, ഖേദ ഒക്കെ എന്താണ് ഗാന്ധിജി നേതൃത്വം വഹിച്ച സമരങ്ങളായിരുന്നു. ഇനി ഈ ഒരു ബർദോളി സമരത്തിൽ നേതൃത്വം വഹിച്ചതിനെ തുടർന്ന് നമ്മുടെ സർദാർ വല്ലഭഭായ് പട്ടേലിന് സർദാർ എന്ന് വിളിച്ചത്, സർദാർ എന്ന് പേര് നൽകിയത് ആരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. എന്താണ്? വല്ലഭഭായ് പട്ടേലിന് സർദാർ എന്ന് പേര് നൽകിയത് ആരാണ്? ഗാന്ധിജി ആണ്. ഓക്കെ, ഇനി ഇത് ഓരോ നടന്ന വർഷം അറിയാലോ. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1917 ഏതാണ്? 1917 നടന്നത്. ഓക്കെ, ഇനി ഏതാണ്? ഖേദ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1918 ഏതാണ്? 1918. ഓക്കെ, ഇത് ഈ ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഗുജറാത്തിലെ കർഷകർ നടത്തിയ ഒരു സത്യാഗ്രഹമായിരുന്നു കേട്ടോ, പ്രക്ഷോഭമായിരുന്നു. അഹമ്മദാബാദ് എന്ന് പറയുന്നത് ഏത് വർഷമായിരുന്നു? അഹമ്മദാബാദ് മിൽ സമരം 1918 നടന്നത്. എപ്പോഴാണ്? 1918. ഇതാണ് എന്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിരാഹാര സമരമാണ്. ആദ്യ നിരാഹാര സമരം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആദ്യ നിരാഹാര സമരം ആണ് ഇത് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഏതാണ്? ജാതി വ്യവസ്ഥ നിർമാർജനം ചെയ്യും, അല്ലെ? അത് ശരിയാണ്. അടുത്തത്, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക, സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക. ഓക്കെ, പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ഒരു കാര്യം എന്തിനില്ല? ബ്രഹ്മസമാജത്തിൽ ഇല്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചു എന്ന് പറയുന്നതും തെറ്റാണ്. അപ്പം ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം 1ഉം 2ഉം 3ഉം മാത്രമാണ് കേട്ടോ. ഏതാണ്? 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഏതാണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാം? ഏതാണ്? ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഏതൊക്കെയാണ്? ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ ആണെന്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. ഏതൊക്കെയാണ്? ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? അപ്പൊ ആലോചിച്ച് വെക്കുക, എപ്പോഴാണ്? 1923 സ്വരാജ് പാർട്ടി നിലവിൽ വന്നത്. ഓക്കെ, ആരൊക്കെയായിരുന്നു? CR ദാസും മോത്തിലാൽ നെഹ്റു ആണ് എന്ത് ഈ നേതാക്കൾ. ഈ സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ആണ്. അപ്പം 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? 3ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പം ഈ സ്വരാജ് പാർട്ടി ഏത് വർഷമാണ്? 1923. ഇതിന്റെ ആദ്യ സമ്മേളനം എപ്പോഴായിരുന്നു? ആദ്യ സമ്മേളനം എവിടെ വെച്ചിട്ടാണ്? ആദ്യ സമ്മേളനം നടന്നിട്ടുള്ളത് ഓക്കെ അലഹബാദിൽ വെച്ചിട്ടാണ് കേട്ടോ. എവിടെയാണ്? അലഹബാദിൽ വെച്ചിട്ടാണ് എന്ത് ആദ്യ സമ്മേളനം നടന്നത്. എവിടെ വെച്ചിട്ടാണ്? അലഹബാദിൽ വെച്ചിട്ട്. ഇതിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് എന്ന് പറയുന്ന ആരായിരുന്നു? CR ദാസ്. പ്രസിഡന്റ് ആരാണ്? CR ദാസ് ആണ്. ആദ്യ സെക്രട്ടറി ആരാണ്? ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ്. ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ് ആദ്യ സെക്രട്ടറി.
ഓക്കെ, മോത്തിലാൽ നെഹ്റു ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി. ഓക്കെ, അടുത്ത ചോദ്യം. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? എന്താണ്? സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ആരാണ്? DK കാർവേ. ആരാണ്? DK കാർവേയുടെ നേതൃത്വത്തിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം. സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരതമാത എന്ന ചിത്രം ഏതാണ്? ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? എന്താണ്? ഭാരതമാത എന്ന ചിത്രം വരച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരതമാത എന്ന ചിത്രം വരച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1878 ആണ് കേട്ടോ. ഏതാണ്? 1878 അടുത്തത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? എന്താണ്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? എന്നാണ്? 1951 52 ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. എന്താണ്? സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. കുണ്ടറ വിളംബരം. ഓക്കെ, അത് നടന്ന വർഷം ഏതാ? 1809 ഏത്? കുണ്ടറ വിളംബരം നടന്നിട്ടുള്ളത്. വൈക്കം സത്യാഗ്രഹവും 1924. മാപ്പിള ലഹളപ്പുഴ 1921. ഇനി മലയാളി മെമ്മോറിയൽ 1891. അപ്പൊ ഏതാണ് വരുന്നത്? ശരി ഉത്തരം ഏതാണ്? ആദ്യം വരുന്നത് ഏതാണ്? കുണ്ടറ വിളംബരാണ്. ഒന്ന് വരുന്നത് ഇതുകൊണ്ട് രണ്ടാമത്തത് ഏതാണ് വരുന്നത്? 4. അപ്പം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പം മലയാളി മെമ്മോറിയൽ, ബാക്കിയെല്ലാം എന്താ നമ്മൾ ഏകദേശം പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞ എന്തായിരുന്നു? അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം എന്തായിരുന്നു? അത് ഉന്നത ജോലി തദ്ദേശീയർക്ക് നൽകുക എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം. ഏതാണ്? ഉന്നത ജോലി തദ്ദേശീയർക്ക് നൽകുക എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിന്റെ ലക്ഷ്യം. ഇതിലെ ആദ്യ ഒപ്പ് ആരുടേതായിരുന്നു? മലയാളി മെമ്മോറിയലിലെ ആദ്യ ഒപ്പ് ആരുടേതായിരുന്നു? ആദ്യ ഒപ്പ് KP ശങ്കരമേനോൻ ആണ് കേട്ടോ. KP ശങ്കരമേനോന്റേതായിരുന്നു ആദ്യ ഒപ്പ്. ആരുടെയാണ്? KP ശങ്കരമേനോൻ. ഇനി തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘു ലേഖ ആരാണ് കൊണ്ടുവന്നത്? തിരുവിതാംകൂറുകാർക്ക്. എന്താണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ കൊണ്ടുവന്നത് ആരാണ്? ആരുടെ ലഘുലേഖയാണത്? അത് GP പിള്ളയുടെയാണ് കേട്ടോ. ആരുടെയാണ്? GP പിള്ളയുടേതാണ്. പിള്ളയുടേതാണത്. ഓക്കെ, അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ബാക്കി ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് തന്നെ ഇടുന്നതാണ്. ഇന്ന് തന്നെ ഇടുന്നതാണ് മാക്സിമം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.